അത് നമുക്ക് ശീലമില്ലല്ലോ അമ്മ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ ഇന്ന് സൺഡേ, ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ, സൺഡേ ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വേറെ എവിടെയും അല്ല കേട്ടോ, പുഴയിലാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഹെയർ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഒന്ന് എണ്ണ തേച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പുഴയിൽ ഒത്തിരി കുളി മാത്രമല്ല, ജസ്റ്റ് റിലാക്സ്, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് റിലാക്സും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടർ മെലനും പിന്നെ ഒരു മോരും വെള്ളം കൂടി എല്ലാം സെറ്റാക്കി എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ അങ്ങനെ കുറച്ച് ലൈറ്റായിട്ടാണ് കഴിച്ചത്. അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്നു, അതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാട്ടർ മെലൺ എടുത്തത്. കുറേ സമയം അങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ചാൽ അതിനൊരു ചീഞ്ഞ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് അധികം അത് വെക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് വെയിൽ കൊള്ളിച്ചിട്ട് അങ്ങനെ മുറിച്ച് കട്ട് ചെയ്തിട്ട് വെച്ചാൽ അത് നല്ലോണം മോശമാവും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അത് കാർന്ന് കഴിച്ചില്ലെങ്കിൽ അവിടെ എല്ലാവരും പോയി ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് അപ്പം തന്നെ കുറച്ചൊരു ഇതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാർന്ന് തന്നെ കഴിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ പുഴയിലെല്ലാം കളിക്കാൻ പോകുന്നതിലാണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത്. ഇതിൽ ഫുള്ള് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ജസ്റ്റ് കാണും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ടൂറോ ട്രാവലിംഗ് അങ്ങനെ എന്തെങ്കിലും പോകുമ്പോഴും പിന്നെ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങുമ്പോഴെല്ലാം പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ. ഒരു കോട്ടൺ ആണ് ഇതിൻ്റെ, കോട്ടൺ തുണിയാണ് കേട്ടോ. Introducing Birla Opus Paints. ഇനി 20 കോണുകളിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കും. സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി, സ്പോക്കൺ ഇംഗ്ലീഷ്, IELTS ആൻഡ് OET. സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി, യുവർ ലാംഗ്വേജ് എക്സ്പെർട്ട്. മലയാളി പുരുഷ മോദലാളി ഈ മദ്യം മദ്യരാശി വായന്റെ താൽവായാടി ഈ വാക്കന്റെ താൽവാക്കത്തി ഓരന്റെ താൽപോരാളി. ആ ബക്കറ്റ് മാറ്റി ഗ്രാഫീൻ ബക്കറ്റ് എടുക്കണേ. ഗ്രാഫീനോ? അയലത്തെ ബക്കറ്റ് അതിശക്തൻ ഗ്രാഫീന്, നോ പായൽ നോ പൂപ്പൽ, ടോട്ടൽ പ്രൊട്ടക്ഷൻ. ഗ്രാഫീൻ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് ഓയിലിനും പൂപ്പലിനും അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ. This is the Realme P3 Pro and this phone glows in the dark. सेगमेंट का सबसे पहला फोन है जिसमें 7S Gen 3 आता है with 6050 mm2 VC cooling. That gives you 90 FPS on BGMI along with 6000 mAh battery so that you can play on it for hours. For durability അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച പ്ലേസിലേക്ക് എത്തിയിട്ട്, അപ്പോൾ ആദ്യം നമ്മൾ തോട്ടിലേക്കാണ് പോകുന്നത്. അതായത് പുഴയിൽ നിന്ന് വരുന്ന ആ ഒരു നല്ല ക്ലിയർ വാട്ടർ വന്നിട്ടാണ്, നല്ല രസമാണ്, പാറയും ഒക്കെ ആയിട്ട്. അതായത് നമുക്ക് മോശമായിട്ട് ഒന്നും വൃത്തിയായിട്ട് നമുക്ക് ഇങ്ങനെ ചളിയോ അങ്ങനെയൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ വന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഇറങ്ങി ഇതാക്കാൻ തോന്നും കേട്ടോ. ഇവിടെ കുറേ സമയം നമ്മൾ ആ വെള്ളത്തിൽ കിടന്നതാണ്. ഞാൻ കിടന്നിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുക, വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വിശ്വസിക്കുക. പക്ഷെ അങ്ങനെ ആയിരുന്നു കേട്ടോ, വെള്ളത്തിൽ കിടന്ന് ഉറങ്ങിയത് പ്രവാസനം തുടങ്ങി. പിന്നെ അതിന് തൊട്ട് മുമ്പ് വീഡിയോയിലെല്ലാം ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം അത് സോങ് ആയിരുന്നു, നമ്മൾ കാറിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പം ഞാൻ എന്തായാലും അത് റിമൂവ് ചെയ്യും. കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഫുള്ളൊന്നും കേൾക്കുന്നുണ്ടാവില്ല കേട്ടോ. കാറിൽ വെച്ച പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അഥവാ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, ഫുൾ ബ്ലാങ്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബ്ലാങ്ക് ആയതിൽ സോറി. നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ് പുറത്ത്. പക്ഷേ ഇല്ലേ, വെള്ളത്തിന് നല്ല തണുപ്പ് കേട്ടോ. കാല് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ വെച്ച സമയത്ത് തന്നെ നല്ല പാടായിരുന്നു. ആദ്യം ഞാൻ ഇങ്ങനെ തലയിൽ നനക്കാൻ വേണ്ടിയിട്ട് മടിച്ചിട്ടുണ്ടായിന്.
പിന്നെ എനിക്ക് ആ തണുപ്പ് കാരണമില്ലേ അറിയാതെ തന്നെ ഇങ്ങനെ ഇതാണ്. പക്ഷേ നമ്മുടെ ഫേസ് നമുക്ക് എന്തായാലും വെള്ളത്തിൽ മുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഫേസ് മാത്രം ഒരു വെയിൽ കൊണ്ടൊരു ഇതുപോലെ തോന്നും. ബാക്കി മൊത്തം തണുപ്പ്. ഫേസിനും കൂടി കൊള്ളിക്കാൻ ഇങ്ങനെ തോന്നും, ഇങ്ങനെ മുക്കി നിൽക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പുഴയിലേക്ക് പോയി. എനിക്ക് കുറച്ച് എനിക്ക് നീന്തൽ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നീന്തൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ആ നീന്തൽ പഠിക്കുന്ന പേക്കൂത്തുകളാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടത്. അങ്ങനെ നമ്മൾ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കൂടുതൽ കോമളത്തിലൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അതായത് എനിക്ക് വെള്ളത്തിലിറങ്ങാൻ കുറച്ച് പേടിയാണ്. അപ്പം ഹസ്ബൻഡ് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ ആഴങ്ങളിലേക്ക് ഞാനിങ്ങനെ പോകുന്നത്. അതിനിടയിൽ ഇവരെന്നാ ഇതിലൊരുപാട് ഇതിൽ മുതല ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇതിൽ ഫിഷ് തെറാപ്പി കൂടി ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ കുറേ സമയം ഈ വെള്ളത്തിൽ അനങ്ങാതെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കാക്ക് ഇങ്ങനെ ഫിഷ് മൊത്തം കുഞ്ഞു കുഞ്ഞു ഫിഷ് ഇങ്ങനെ രണ്ട് കാക്കും ഇങ്ങനെ പൊതിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. എന്താ വെച്ചാൽ വീഡിയോ എടുത്തിട്ട് പുഴയിലേക്കാറ്റ എങ്ങനെ എടുക്കാനത് ഒരു വഴിയും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെഡ് സ്കിന്നെല്ലാം ഇങ്ങനെ അത് കഴിക്കുന്നേ തോന്നി. ഇങ്ങനെ ഭയങ്കര നല്ല സുഖം, നല്ല റിലാക്സ് ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഒരാൾ കാര്യമായിട്ട് മുതലെടുക്കുന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ, ഹസ്ബൻഡിന് നീന്താൻ അറിയാമല്ലോ. അപ്പോൾ എന്നെ കുറച്ചും കൂടി ആഴങ്ങളിലേക്ക് ഇത് മാക്സിമം എൻ്റെ കഴുത്തുള്ള അത്ര പേരും ഞാൻ അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന എനിക്ക് പേടിപ്പിക്കുന്നതാണ്. ശരിക്കും കൊണ്ടുപോകുന്നില്ല, പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നതാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്, സൗണ്ട് എടുക്കുന്നതല്ലോ. അതായത് നല്ല രസമായിരുന്നു. ആദ്യം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിളിക്കുന്ന പോലെ തോന്നി. അവനെന്തെങ്കിലും മുക്കിക്കൊല്ലാൻ വല്ല ഭാവവും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ആരും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എനിയിരുന്ന വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. പിന്നെ നീന്തലെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ ഫിഷ് തെറാപ്പിക്ക് വേണ്ടി ചാടിയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അവിടെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ മീനെല്ലാം വന്നിട്ട് കാലിൽ ഇങ്ങനെ ഡെഡ് സ്കിന്നെല്ലാം എന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു സമയമായി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കല്ലെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഫ്ലവർ ഉണ്ട്, അതിൻ്റെ ചെടിക്ക് ചുറ്റും വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കല്ലെടുത്തത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ പോകണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനുള്ള ആ ഒരു ഇതുണ്ടായിട്ടാട്ടോ നമ്മൾ വെറുതെ ടെറസിലെല്ലാം ഇങ്ങനെ അവിടെ കുറച്ച് വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ജസ്റ്റ് ഫുഡ് കഴിച്ചു. പിന്നെ ടെറസിൽ കയറി അവിടെ നല്ല ഇരിക്കേണ്ട സ്ഥലമുണ്ട്. അവിടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ഇത് 4:30 ആകുമ്പോഴാണ് കേട്ടോ പോയത്. എനിക്ക് എൻ്റെ വീട്ടിൽ പണിയൊക്കെ ബാക്കിയുണ്ട്, അതെല്ലാം ഇതാക്കിയിട്ടാണ് നമ്മൾ രാവിലെ വന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് ഒറ്റ ഒരു ഓട്ടമായിരുന്നു കേട്ടോ. ഓട്ടമല്ല, ഡ്രൈവ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഓളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ, ഓള് വീടും അപ്പുറപ്പുറം അത്രയും ചെറിയ ദൂരം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എൻ്റെ ചാനൽ ആരും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വേണ്ട, ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. കാരണം കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഏതോ ഒരു യൂട്യൂബർ കോപ്പി തന്നെയാണ്.